അതെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഈ കുറച്ച് സാധനങ്ങൾ കാണിക്കാന്ന് വിചാരിക്കാട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളാ. ഇതൊക്കെ എത്ര കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇതൊന്ന് കാണണമെന്ന് തോന്നും. തറവാട് വീടിന്റെ ഇത്തിരി സ്ഥലത്ത് നിൽക്കുന്ന സാധനങ്ങളാ. ഇപ്പൊ ഈ ഇത്തിരി സ്ഥലത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് പനിക്കൂർക്ക. ഇത് കണ്ടോ, ഇത് പനിക്കൂർക്കല. ഈ പനിക്കൂർക്ക എന്തായാലും വീട്ടിൽ ഉള്ളത് അത്യാവശ്യം കേട്ടോ. ഈ പിള്ളേരൊക്കെ ഉള്ളിടത്ത് എന്തായാലും ഈ പനിക്കൂർക്ക നട്ടുവെക്കാൻ നല്ലതാ. എന്തെല്ലാം വേണം ഇപ്പോഴൊക്കെ അല്ലേ, പാരസെറ്റമോൾ സിറപ്പും അതും ഇതൊക്കെ. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുതിലേയും പപ്പ ഇങ്ങനെ പനിയൊക്കെ വരുമ്പോൾ ഈ പനിക്കൂർക്കയിലൊക്കെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചൊക്കെ തരാറുണ്ട് കേട്ടോ. പിന്നെ ഈ പനിക്കൂർക്കലയും പിന്നെ കൃഷ്ണതുളസി ഇലയും തുളസി കാണിക്കാം. ഈ അറ്റം തൊട്ടങ്ങ് കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് പനിനീരല്ല, പനിക്കൂർക്കയില. ഇത് പിന്നെ ഇത് കണ്ടോ, ഇത് മമ്മി ഈ കഴിഞ്ഞിടയ്ക്ക് കൊണ്ട് നട്ടുവെച്ച പ്ലാവാട്ടോ. ഇത് വരിക്കപ്ലാവ. ഈ ആയുർജാക്ക് പോലെയൊക്കെ പെട്ടെന്ന് 2 വർഷം കൊണ്ട് കായ്ക്കും ഇത്, ഈ പ്ലാവ്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഈ പാവലാട്ടോ, പാവല്. ഇത് കണ്ടോ, ഈ ഷുഗർ പാവയ്ക്കാന്ന് പറയും. ചെറിയ കുഞ്ഞ് ഇവിടെ നിറച്ചും നട്ടിട്ടുണ്ട് കേട്ടോ അമ്മേ. കമ്മല് പോലെ ഇങ്ങനെ കാത്തവും കിടക്കും. അതിങ്ങനെ ഇത്ര ഉള്ളൂ കേട്ടോ. നല്ല രസം അത് കാണാം. അത് കുറെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെക്കാൻ. ഷുഗർ പാവയ്ക്കാന്നാ പറയുന്നേ. അതിപ്പോ നിപ്പില്ല അത് കാണിക്കാൻ കേട്ടോ. അതിന്റെയാണ് ആ പാവല്. ഇത്ര ഒരു മണിയായിട്ട് ഇങ്ങനെ നല്ല രസം. അത് അതിന്റെ പൂവുണ്ട്, പക്ഷെ ഒരു കാ കാണിക്കാനില്ല. ഇത് കണ്ടോ, നിറച്ചും ഇതിങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇതിങ്ങനെ ഒത്തിരി കയ്പൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ തോരൻ വയ്ക്കാൻ അത്. പിന്നെ ഇത് കണ്ടോ, കാന്താരി ചീനി, കാന്താരി മുളക്. അതെ, പറിക്കാറായി നിപ്പുണ്ട്. അതെ, കാന്താരി മുളക്. പിന്നെ ഇത് കണ്ടോ ഒരു സാധനം, ഇതാണ് അമ്മേ കീഴാർനെല്ലി. കണ്ടോ, ഈ കീഴാർനെല്ലി കൊണ്ട് ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഒരു ഒറ്റമൂലിയായി കീഴാർനെല്ലി. പിന്നെ ലിവർ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കുറേ അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലതാ, ഈ കീഴാർനെല്ലി. പിന്നെ ഈ കീഴാർനെല്ലി തലവേദനയൊക്കെ വരുമ്പോൾ ഇങ്ങനെ നെറ്റിയിലൊക്കെ അരച്ചിടുന്നത് നല്ലതാ. ഇത് വെറും വയറ്റില് ഇതിങ്ങനെ അതെ, ഇത് പറിച്ചിട്ട് കഴുകിയിട്ട് ചവച്ചരച്ച് നിന്ന വയറ് സംബന്ധമായ സാധനങ്ങളൊക്കെ. പിന്നെ ഇതാണ് കാൽസ്യം ചേമ്പ്. ഞാനൊരു ഒന്ന് കാണിച്ചത് ഇത്താ വട്ടത്തിലുള്ള ഇത്രയും സാധനങ്ങൾ കേട്ടോ. ഞാൻ കാണിക്കാൻ നോക്കിയാ അപ്പൊ ഇത്രയും സാധനങ്ങള് കേട്ടോ. ഇത് കാൽസ്യം ചേമ്പ്. കാൽസ്യം ചേമ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തണ്ടും അതിന്റെ കിഴങ്ങുണ്ടാവില്ല. കിഴങ്ങ് വെച്ചാൽ നമ്മള് ചേമ്പ് കഴിക്കുന്ന ഇതില്ലേ, പുഴുങ്ങുന്ന ചേമ്പ്, അതല്ല, ഒരു കുഞ്ഞു കിഴങ്ങുണ്ടാവും. പക്ഷെ അത് ആ കിഴങ്ങ് തിന്നാൻ കൊള്ളുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല, ഇത് കറിച്ചേമ്പ് എന്ന് പറയും, കാൽസ്യം ചേമ്പ്. ഇതിന്റെ ഇലയും തണ്ടും തോരൻ വയ്ക്കാൻ നല്ലതാണ്. മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാ. പിന്നെ അപ്പൊ പനിക്കൂർക്ക, കാൽസ്യം ചേമ്പ്, കാന്താരി. പിന്നെ ഇത് നട്ടുവെച്ചല്ല കേട്ടോ, ഇത് തന്നെ ഉണ്ടായതാ. പിന്നെ ഇവരെല്ലാം കാന്താരി ചീനി ഉണ്ട്. പിന്നെ ഇത് മഞ്ഞളാട്ടോ, പച്ചമഞ്ഞള്, സാധാ കസ്തൂരി മഞ്ഞളല്ല, പച്ചമഞ്ഞള്. ഇതൊക്കെ ഒരു പരിസരത്ത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വേണ്ട ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളാ. പിന്നെ ഇത് കപ്പ പോയിട്ട് അതിന്റെ തണ്ടയിൽ മുളച്ചു വന്ന കപ്പയാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഒരു തേങ്ങ മുളച്ച് നിൽക്കുന്നു. ഇത് കുഞ്ഞ് ചീനിത്തൈയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. പിന്നെ ഇത് കണ്ടോ, പിന്നെ ഇത് കണ്ടോ, ഇതൊരു ചെമ്പരത്തി. ഒറ്റ കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ പച്ചക്കറി ഉണ്ട്. ഇതെന്താ പറയാ, ഇലകളും ഉണ്ട്, ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ പട്ടക്കുഞ്ഞുങ്ങളെ കണ്ടോ, അതിന്റെ കാര്യം പറയാട്ടോ. കണ്ടോ, അതിന്റെ കാര്യം എന്താന്ന് പറയാട്ടോ, പട്ടിക്കുഞ്ഞിന്റെ കാര്യം പറയാട്ടോ. പിന്നെ ഇതിന്റെ പൂവ് നോക്കാം, അവിടെ ഒരു പൂവുണ്ട്. ഇത് കട്ട ചെമ്പരത്തിയാ. കുറെ ടൈപ്പ് ചെമ്പരത്തികളില്ലേ.
കട്ടച്ചമ്പരത്തി അതായത് കണ്ടോ, ഇതാ അതിന്റെ പൂവ്, കട്ടച്ചമ്പരത്തിയുടെ അത് പൂവ് കണ്ടോ, അത് പൂവാണ് കട്ടച്ചമ്പരത്തിയുടെ. പിന്നെ ഇതേ കറിവേപ്പ് ഉണ്ട്. അത് കറിവേപ്പ്. നമ്മളിതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഇത്തിരി സ്ഥലമുള്ള മുറ്റത്താണിപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞ് കവറിലും ചട്ടിയിലൊക്കെ ഇത് നട്ടു വെക്കുന്നത് ഭയങ്കര ഇതാട്ടോ. കാരണം ഇതെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് ചമ്മന്തി അരയ്ക്കാം, മുളക്, കറിവേപ്പില, പിന്നെ ഒന്ന് തോരൻ വെക്കാനില്ലെങ്കിൽ ഇത് കാൽസ്യം ചേമ്പ്, ഇതൊക്കെ നമ്മള് ഇത് ഇത് സാധാ ചേമ്പ്. പിന്നെ വേറൊരു ടൈപ്പ് ചേമ്പുണ്ട് കേട്ടോ, ഇതുണ്ടോ, ഇതിന്റെ ഈ കൂമ്പും ഇതും കറി വെക്കാൻ പറ്റും, കൂമ്പ്. പിന്നെ ഇത് ഈ ചുണ്ടില്ല കണ്ണൻ കണ്ണന്മാരെ അതിനോട് ചീത്ത അറിയില്ല കേട്ടോ. ചുണ്ടില്ല കണ്ണൻ എന്ന് പറഞ്ഞ വാഴയാട്ടോ. ഇതിന്റെ നീളത്തിലുള്ളൊരു കായ, സോറി എനിക്കറിയില്ല, എനിക്ക് മാറിപ്പോയി എന്റെ കായ. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി അങ്ങനത്തെയാണ്. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന, ഇത് ഉണങ്ങിപ്പോയി, പക്ഷെ ഇപ്പൊ അത് ഇത്ര ആയി വളരുന്നുണ്ട്. ഇതിങ്ങനെ നിൽക്കുന്ന കേട്ടോ. പിന്നെ ഇപ്പൊ 2 ടൈപ്പ് ചേമ്പ്, അതിനൊരു ചേമ്പാണ്. ഇങ്ങോട്ടൊന്ന് കേറി പോവാ കണ്ടോ, ഈ ചേമ്പ് കണ്ടോ, ഇത് 2 ടൈപ്പ് ചേമ്പ് പറഞ്ഞില്ലേ, കാൽസ്യം ചേമ്പും പിന്നെ മറ്റേ സൈസ് ചേമ്പ് നമ്മള്. പിന്നെ ഇത് വേറെ സൈസ് ചേമ്പ്. ഇതിന്റെ ഒരു തണ്ട് കണ്ടോ, ഒരു വയലറ്റ് കളറാണ്, നല്ല രസമില്ലേ കാണാൻ, കണ്ടോ. ഈ ചേമ്പ് ഇങ്ങനെ ഒത്തിരി കുഞ്ഞല്ല, ഇങ്ങനെ കുറെ ഉണ്ടാവും ഇങ്ങനെ, എന്നിട്ട് കുറെ വേരൊക്കെ ആയിട്ട് അതിങ്ങനെ അതിന്റെ തൊലി കളയാതെ എന്താ പറയാ പുഴുങ്ങുന്ന നല്ല ടേസ്റ്റ്, ഭയങ്കര കൊഴുപ്പൊക്കെ ആയിട്ട്. വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് പപ്പ ഇങ്ങനെ പറിച്ചിട്ട് നമ്മുടെ ടയർ കൊട്ടയില്ലേ, ഇങ്ങനെ ടയറിന്റെ റബ്ബർ കൊട്ട, അതിനകത്തിട്ടിട്ട് ഇങ്ങനെ പൊക്കി എടുക്കും തോട്ടിലൊക്കെ. അപ്പം എൻ്റെ ചെടിയെല്ലാം പോയിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും, നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട് അത്. പിന്നെ പോയിട്ട് ഇനി അടുത്തത് എന്താ, മാവ് നിപ്പുണ്ട്. സാധാ ചെമ്പരത്തിയാ, 5 ഇതൾ ചെമ്പരത്തി, ഇത് സാധാ ചെമ്പരത്തി. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നതാണ് കൃമിയില്ലേ, കൃമി. ആ കൃമിക്ക് ഏറ്റവും നല്ല കപ്പളങ്ങ കണ്ടോ. ഇതൊന്ന് പറിക്കാൻ നോക്കാട്ടോ, അമ്മേ പറിക്കാൻ നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അപ്പൊ എനിക്ക് കൃമി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് തോരൻ വെക്കാം, എന്തെല്ലാം ടൈപ്പ് കറികൾ വെക്കാം. ഒന്ന് പറിക്കാൻ നോക്കട്ടെ. ഇത് എനിക്കിങ്ങനെ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് എത്രത്തോളം ആകുമെന്ന് എനിക്കറിയില്ല. അഹങ്കാരാന്ന് വിചാരിക്കരുത്, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അമ്മേ ഇപ്പൊ കപ്പളം ഒടിഞ്ഞു തന്നെ മമ്മി കൊല്ലും. നോക്കട്ടെ. അമ്മേ എന്നെ പോലെ തന്നെ ഉരുണ്ടിരിക്കും ഈ കപ്പളങ്ങ. ചെനച്ചു തുടങ്ങി. ഈ സൈഡും കൂടെ ചെനച്ചു തുടങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. കപ്പളങ്ങയായി. പിന്നെ ഇനിയിപ്പോ കടപ്പ്ളാവ് നിൽക്കുന്നുണ്ടോ, കടപ്പ്ളാവ്. പിന്നെ ഈ നിൽക്കുന്ന കൂവ, ഇത് കൂവ. ഇപ്പൊ മെഷീൻ വരെ വെറുതെ കിടക്കുവാട്ടോ. ഇപ്പൊ റബ്ബർ വെട്ടുന്നില്ല, മഴയാ. അപ്പൊ റബ്ബർ വെട്ടിയിട്ടില്ല, മൊത്തം ഇതുവഴൊക്കെ ശരിയാക്കാൻ കിടക്കുവാ. ഇനി മഴ കഴിഞ്ഞിട്ട് വേണം എല്ലാം ക്ലീൻ ആക്കി. ഇത് ഇതുണ്ടോ, ഇത് എന്തുവാഴ, ഏത്തവാഴ. സോറി, കപ്പളങ്ങ വേണോ. ഒരു ലെക്കും ലെഗാനില്ലാതെ കേട്ടോ ഞാൻ നടക്കുന്നത്, എനിക്ക് തല കറങ്ങുന്നുള്ളതുകൊണ്ട്. അവിടെ ഒരു കപ്പള നിൽപ്പണ. എടന. അമ്മേ ഇപ്പൊ ഞാൻ എലിമടക്കകത്ത് വീണാണ്. കണ്ടോ, ഇതാണ് എടന. നമ്മുടെ പൂച്ചപ്പം, ഇലയട, ചക്കയുടെ
പറയില്ലേ ആ ഏടന എന്നാ മണമെന്നറിയോ ഒറിജിനല്. പിന്നെ ഈന്ത് നിപ്പുണ്ട്, അതേ കാണാമോ, പ്ലാവ് നിപ്പുണ്ട്. ഇവിടെയൊക്കെ കാന്താരിച്ചീനി, ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ഇങ്ങനെ കാന്താരിച്ചീനിയും പിന്നെ ഈ ഇതുണ്ട്, ഈ പാവലൊക്കെ നിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടോ, ഇതെല്ലാം നിപ്പുണ്ട്. ഒരു സൈസ് ചെമ്പരുതേ. ഹായ്, നമ്മുടെ ചെമ്പഴിക്ക ചെമ്പഴിക്ക മറന്നുപോയി ബാക്കി. എന്നായിരുന്നു ചെമ്പഴുക്ക ചെമ്പഴുക്ക, അയ്യോ എന്നെ ചെമ്പഴുക്ക 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 ചക്കര ചെമ്പഴുക്ക. ഒരു ചെമ്പഴുക്ക ഇട്ട് ഒരു പഴുക്ക. ഇതാണ് കേട്ടോ ചെമ്പഴുക്ക, പഴുക്ക പഴുക്ക പഴുക്ക. നിൽക്കുന്നുണ്ടോ കമ്മൽ പോലത്തെ, അത് വേറൊരു ടൈപ്പ് ചെമ്പരത്തി കേട്ടോ. അപ്പ അപ്പൊ പോവാട്ടോ. നല്ല മഴ വരുവാ, കണ്ടോ, ഇവിടെ നല്ലൊരു വ്യൂ ആണിത്, നല്ല മഴ വരുവാ. അപ്പൊ പിന്നെ കാണാ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടല്ലോ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യാം. അപ്പൊ ശരി.